അങ്ങനെ നോറ എല്ലാവരോടും യാത്ര പറഞ്ഞ് പുറത്തിറങ്ങുകയാണ്. അപ്പോഴാണ് വലിയൊരു ട്വിസ്റ്റ് അവിടെ നടക്കാൻ പോകുന്നത്. അങ്ങനെ ലാലേട്ടൻ നോറയെ സ്റ്റേജിലോട്ട് വിളിക്കുകയാണ്. വിളിക്കുന്ന സമയത്ത് നോറ ഇപ്പോൾ എവിടെയുള്ളതാണെന്ന് നമുക്ക് കാണാമെന്ന് പറഞ്ഞ് നോറയെ കാണിക്കുകയാണ്. സീക്രട്ട് റൂം എന്ന് പറയാൻ പറ്റില്ല, ഒരു സോഫയൊക്കെ ഇട്ടിട്ട് ഒരു സ്ക്രീനൊക്കെ വെച്ചിട്ട് ഹെഡ്സെറ്റൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് നോറ എത്തുന്നു. അങ്ങനെ നോറ പറയുന്നുണ്ട്, ശരി ബിഗ് ബോസ്, ഞാൻ കരയില്ലേ എന്ന് വിചാരിച്ചാണ് ഇറങ്ങി പോകുമ്പോൾ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ പോകാൻ തയ്യാറാണെന്നൊക്കെ പറയാണ് നോറ. അപ്പോൾ ബിഗ് ബോസ് പറയുന്നുണ്ട് നോറ അവിടെ ഇരിക്കുമോ, ഹെഡ്സെറ്റ് വെക്കുമോ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഹെഡ്സെറ്റിലൂടെ നോറയ്ക്ക് കാണിച്ചു കൊടുക്കുകയാണ്, സ്ക്രീനിലും കാണിക്കുന്നുണ്ട്. അപ്പോൾ നോറ സീക്രട്ട് റൂമിലാണ്. എന്തായാലും ഇന്നല്ലെങ്കിൽ നാളെ എന്തായാലും നോറ ഉള്ളിലോട്ട് കയറും. അവിടെയുള്ള സായിയേക്കാൾ എന്തായാലും മെച്ചപ്പെട്ട് ഗെയിം കളിക്കുന്ന ഒരു വ്യക്തിയാണ് നോറ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ എല്ലാ ജോലികളായാലും ടാസ്കുകളായാലും ഗെയിമുകളൊക്കെ പക്ക നല്ല അവൾക്ക് പറ്റുന്ന രീതിയിൽ അവൾ ചെയ്യുന്നൊക്കെ ഉള്ള ഒരു വ്യക്തിയാണ്. പക്ഷേ ഇപ്പോൾ അവിടെ സ്ത്രീകളുടെ എണ്ണം കുറഞ്ഞ സ്ഥിതിക്ക് ഇപ്പോൾ അവിടെ ശ്രീതുവും നമ്മുടെ ജാസ്മിനും മാത്രമേ ഉള്ളൂ. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ നോറയെ ഒഴിച്ചു നിർത്തി കഴിഞ്ഞ സീസണിലെ പോലെ ഋതുമന്ത്രേനെ വീണ്ടും കയറ്റിയ പോലെ ആയിരിക്കാം. എന്നാലും നോറ അവിടെ വെച്ചിട്ട് അവിടെ നിൽക്കേണ്ട ഒരു വ്യക്തി തന്നെയാണ്. അപ്പോൾ അങ്ങനെ എന്തായാലും നോറേനെ സീക്രട്ട് റൂമിലോട്ട് ആക്കിയിട്ടുണ്ട്. നാളെയോ മറ്റന്നാളോ ആയിട്ട് നോറയെ ഉള്ളിലോട്ട് കയറ്റി വിടും. അപ്പോൾ ലാലേട്ടൻ എന്തായാലും എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞ് പോയിട്ടുണ്ട്. അപ്പോൾ നോറ എവിക്റ്റ് അല്ല, നന്ദന മാത്രമാണ് ഈ ശനി ഞായർ എപ്പിസോഡിൽ എവിക്റ്റായിട്ടുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ദയവേത് നിങ്ങൾ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റ ബൈ.